ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് കാണിക്കുന്നത് വീട്ടിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഉഴുന്നുവടയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് തലേന്ന് രാത്രി തന്നെ 2 കപ്പ് ഉഴുന്ന്, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ഉലുവ ഇവ നന്നായി കഴുകിയതിന് ശേഷം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം. ഇനി അത് അടച്ചു വെച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി രാവിലെയാണ് നമുക്കിത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ രാവിലെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഉഴുന്ന് നമ്മളിങ്ങനെ കൈ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കോരിയിടില്ലേ, അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി ഒരു പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കുക. അത് അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1-2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കുക. വെള്ളം അരക്കുമ്പോൾ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് അരച്ചെടുത്ത് കഴിഞ്ഞു. അതിനായിട്ട് 1/2 കപ്പ് വെള്ളമാണ് ഞാൻ യൂസ് ചെയ്തത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി അടുത്ത ട്രിപ്പ് അരച്ചെടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും വേണ്ടി വന്നിട്ടില്ല കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നന്നായിട്ട് അരച്ചെടുത്ത് വരാം. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, പച്ചമുളക്, കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് സവാള ഇപ്പോൾ ഒരു പകുതിയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ നല്ലതാണ്. ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുരുമുളക് പൊടി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്താലും മതി. ഒരു വടയുടെ ഷേപ്പായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 4-5 ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അരിപ്പൊടി ഞാനിവിടെ ഇപ്പോൾ 5 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മുടെ ഉഴുന്നുവടയുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് ഓയിൽ ചൂടാക്കി എടുക്കുക. അതിലേക്ക് ഇങ്ങനെ വടയുടെ ഷേപ്പിൽ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വട ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വലത് കൈയിലെ 4 വിരൽ ആദ്യം ഒന്ന് നനച്ചു കൊടുക്കുക. എന്നിട്ട് അതുകൊണ്ട് നമ്മുടെ വട എത്രയാണോ വലിപ്പം വേണ്ടത് അത്രയും മാവ് നമ്മുടെ വിരൽ ഉപയോഗിച്ചിട്ട് ഒന്ന് കോരിയെടുക്കുക. എന്നിട്ട് അതിന് ചെറുതായിട്ടൊന്നൊരു റൗണ്ട് ഷേപ്പ് കൊടുത്തതിന് ശേഷം ഒരു വിരൽ നനച്ചിട്ട് അതിന് നടുവിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക.
ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നല്ല വൃത്തിയിൽ തന്നെ കിട്ടും. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഹോം മെയ്ഡ് ആയിട്ടാണല്ലോ, കടയിലത്തെ അത്ര പെർഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉഴുന്നുവട ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ചെയ്തെടുക്കുക, എന്നാലും അതിൻ്റെ ഉള്ളൊക്കെ നല്ല പോലെ കുക്കായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 സൈഡും ആയിക്കഴിഞ്ഞാൽ നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഇനി ഇതുപോലെ ബാക്കിയുള്ളതും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുക. നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒന്ന് വിരൽ നനച്ചു കൊടുക്കണം, എന്നിട്ട് വേണം മാവൊന്ന് കോരിയെടുക്കാൻ. അതുപോലെ തന്നെ ഹോൾ ഇട്ട് കൊടുക്കുമ്പോഴും ആ വിരലൊന്ന് നനച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. അപ്പോൾ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.